ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സച്ചി കാരണം അരുണിന് സസ്പെൻഷൻ കിട്ടുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പ്രശ്നത്തോട് കൂടെ നമ്മുടെ അരുണ് സച്ചിനോടുള്ള ദേഷ്യം അങ്ങോട്ട് ഇരട്ടിയല്ല, ഒരുപാട് അങ്ങോട്ട് കൂടുവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയും മഹേഷും കൂടി ഒരു ദിവസം ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമേ. അപ്പോൾ ഈ ചായ കുടിക്കുന്ന ടൈമിൽ നമ്മുടെ അരുൺ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല, ഫോണിലും സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിൽ ഭയങ്കര അർജൻറ്റായിട്ടാണ് അരുൺ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടും വരുന്നത്. സംസാരിക്കുന്നത് വേറെ ആരോടുമല്ല, ഒരു ഡോക്ടറെയാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായ ഡോക്ടർ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എന്തെങ്കിലും ഒരു മരുന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ഫോണിൽ കൂടി എന്തൊക്കെയോ മെഡിസിൻസിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ അതും സംസാരിച്ചുകൊണ്ട് വരുവാണ്. ഡോക്ടർ, എനിക്ക് പേടിയാവുന്നു, ഈ മരുന്ന് ഞാൻ ഇപ്പം തന്നെ മേടിച്ചുകൊണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടും വരുന്ന ടൈമിലാണ് സച്ചി അരുണിനെ കാണുന്നത്. അപ്പോൾ സച്ചി മഹേഷിനോട് പറയുന്നുണ്ട്, എടാ ഇതാ പോലീസുകാരൻ അരുണല്ലേ, കൊള്ളാം, നോക്കിക്കേ, ഹെൽമെറ്റും വെച്ചിട്ടില്ല, ഫോണിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഓവർ സ്പീഡും, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ സച്ചിയുടെ ഫോൺ എടുത്തിട്ട് നേരെ ഈ അരുൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും വരുന്ന ബൈക്കിൽ വരുന്ന വീഡിയോ എടുക്കുവാണേ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി വേണ്ട സച്ചി, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നമ്മളെ റൂൾസ് പഠിപ്പിക്കുന്ന ആളല്ലേ, ഇപ്പോൾ റൂൾസൊക്കെ തെറ്റിച്ച് വരുന്നത് കണ്ടില്ലേ, ഇത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കും, അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അരുൺ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ, ഫോണിലും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ അരുൺ എന്ത് ചെയ്യുന്നു വെച്ചാൽ വണ്ടി നേരെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവുമേ. അരുൺ അതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ആ നോ പാർക്കിങ്ങിൽ തന്നെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ആ മെഡിക്കൽ ഷോപ്പിലോട്ട് കയറിപ്പോവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ, എല്ലാ റൂൾസും ഒന്നൊന്നായി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ സച്ചി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ. മഹേഷ് പറയുന്നുണ്ട്, സച്ചി വേണ്ട സച്ചി, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നമുക്ക് മാത്രമാണോ ഈ നിയമങ്ങൾ, നമ്മൾ റൂൾസ് തെറ്റിച്ചാൽ അപ്പോൾ തന്നെ അന്നെൻ്റെ കാർ എടുത്തുകൊണ്ടും പോയ ആളാ, ഇപ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്ക് കാണണം, എല്ലാ റൂൾസും ഇങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്. അരുൺ മെഡിക്കൽ ഷോപ്പിലോട്ട് മരുന്ന് മേടിക്കാൻ പോയി കഴിയുമ്പോഴേക്കും സച്ചി വീഡിയോ ക്ലോസ് ചെയ്തിട്ട് മഹേഷിനോടായിട്ട് പറയുന്നുണ്ട്, നമ്മളാണ് നോ പാർക്കിങ്ങിൽ വണ്ടി ഇടുന്നതെങ്കിൽ ആ വണ്ടി എടുക്കാൻ പറ്റാത്ത വിധം ഇയാൾ കാണിച്ചിടുമായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, അയാൾ നോ പാർക്കിങ്ങിലല്ലേ വണ്ടി ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കാറിൽ പോയിട്ട് ഒരു വലിയ ചങ്ങല എടുത്തുകൊണ്ടും വരുവാണേ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ എന്തിനുള്ള പുറപ്പാടാ സച്ചി ഇതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ കണ്ടോടാ, നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ലൈവായിട്ട് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ ചെയിനും കൊണ്ട് നേരെ അരുണിൻ്റെ ബൈക്കിൻ്റെ അടുത്തോട്ട് പോവുകയാണേ. എന്നിട്ട് അരുൺ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ, സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ചെയിൻ കൊണ്ട് അരുണിൻ്റെ ബൈക്ക് ലോക്ക് ചെയ്തിടുവാണ്. ലോക്ക് ചെയ്തിട്ട് അരുണിന് എടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ലോക്ക് ചെയ്തിടുന്നത്. എന്നിട്ട് അതിൻ്റെ കീയും കൊണ്ട് സച്ചി മാറി ഓടിപ്പോവാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, സച്ചി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, നീ ആ കീ ഇങ്ങോട്ട് തന്നെ, ഞാൻ ആ ലോക്ക് അടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഇല്ലടാ ഞാൻ തരില്ല, ഇനി നടക്കാൻ പോകുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് മഹേഷും സച്ചിയും കൂടി ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിലോട്ട് നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും അരുൺ മരുന്നൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണേ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കുമ്പോഴേക്കും ആരോ ചെയിനിട്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണുവാണ് അരുണ്. അപ്പോൾ ഇതാരാ ചെയ്തതെന്നറിയാതെ അരുൺ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സാർ എന്താ വണ്ടി എന്താ എടുക്കാൻ പറ്റാത്തെന്ന് നോക്കുവാണോ, ചെയിൻ ആരിട്ടതെന്ന് നോക്കുവാണോ, ഞാനാ സാർ അത് ലോക്ക് ചെയ്തതെന്ന് പറയുവാണ്. അപ്പോഴേക്കും അരുണിന് ദേഷ്യം വരുവാണേ. അരുൺ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തിനാ നീ എൻ്റെ ബൈക്ക് ലോക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നമ്മൾ നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിനാൽ നിങ്ങൾ ആ വണ്ടിയും തൂക്കിക്കൊണ്ട് പോവില്ലേ, അതുകൊണ്ട് സാറിൻ്റെ വണ്ടി ഞാൻ അങ്ങോട്ട് ലോക്ക് ചെയ്തിട്ടു എന്ന് പറയുവാണ്. അപ്പോഴാണ് അരുൺ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ടാവും. അരുൺ അത് ആ ടൈമിൽ ടെൻഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മക്ക് സുഖമില്ലാതെ മരുന്ന് മേടിക്കാൻ വന്നതാണല്ലോ. അരുൺ അത് കാണുമ്പോഴേക്കും നോ പാർക്കിംഗ് ബോർഡ് കാണുമ്പോഴേക്കും വല്ലാതാവുകയാണ്. അരുൺ റോഡ് ക്രോസ് ചെയ്ത് സച്ചിൻ്റെ അടുത്തോട്ട് ദേഷ്യത്തിൽ പോവാണ്. എന്നിട്ട് സച്ചിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എടാ നീ മര്യാദക്ക് പോയി ആ ലോക്ക് കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, റൂൾസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാത്രമാണോ, നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എടാ ഞാൻ ആ ബോർഡ് കണ്ടില്ല, ശ്രദ്ധിക്കാതെ ഇട്ടതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെങ്ങനെ കാണാതിരിക്കും, നല്ല റെഡ് ബോർഡിൽ വലുതാക്കിയാണല്ലോ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്, അത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് സച്ചി ആക്കിക്കൊണ്ട് പറയുവാണേ. സച്ചിയുടെയും അരുണിൻ്റെ ബഹളം കേൾക്കുമ്പോഴേക്കും ആ റോട്ടിലുള്ള എല്ലാവരും കൂടുവാണ്.
അരുൺ അപ്പോൾ സച്ചിനോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു എമർജൻസി കാര്യമായിട്ട് വന്നതാ, അതുകൊണ്ട് ആ ബോർഡ് ശ്രദ്ധിക്കാതിരുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എല്ലാവർക്കും എമർജൻസിയാ സാർ, എമർജൻസിയിൽ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ അന്ന് പറഞ്ഞത് നിയമത്തെ ബഹുമാനിക്കണമെന്ന്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, സച്ചി നീ വേണോന്ന് വെച്ച് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അരുൺ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സർ സാറിനോട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നമ്മളെ റൂൾസ് തെറ്റിച്ചാൽ നിങ്ങൾ ഫൈൻ അടക്കും, വണ്ടി എടുത്തുകൊണ്ടും പോവും, നിയമം തെറ്റിച്ചാൽ അതൊക്കെയല്ലേ ശിക്ഷ, ഇത് നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് സച്ചി അരുണിനോട് ചോദിക്കുമ്പോഴേക്കും കൂടിയിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, കറക്റ്റാണ് മോൻ പറഞ്ഞത്, റോഡുകളിലൊക്കെ നിന്ന് നമ്മൾ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കാറുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്കും അത് ബാധകമല്ലേ, നിങ്ങളും റൂൾസ് ഫോളോ ചെയ്യണ്ടേന്നൊക്കെ കൂടി നിൽക്കുന്നവർ അരുണിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണേ. അത് കേൾക്കുമ്പോഴേക്കും അരുൺ ആകെ നാണക്കേടാവുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കറക്റ്റാണ് സാറ് പറഞ്ഞത്, ഇപ്പോൾ നിയമം എഴുതിയപ്പോഴേക്കും ഡ്രൈവർമാർക്കൊരു നിയമം, പോലീസുകാർക്കൊരു നിയമം, ബാക്കിയുള്ള ജോലിക്കാർക്കൊരു നിയമം, അങ്ങനെയൊന്നും അല്ലല്ലോ എഴുതിയത്, എല്ലാവർക്കും ഒറ്റ നിയമമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് ദേഷ്യം കയറുവാണേ. അരുൺ ചൂടാവുന്നുണ്ട് സച്ചിനോട്, മര്യാദക്ക് സംസാരിച്ചോ, ഞാനൊരു എമർജൻസി ആയതുകൊണ്ടാണ്, എൻ്റെ മര്യാദക്ക് എൻ്റെ താക്കോലിങ് എടുക്ക്, ഇല്ലെങ്കിൽ ഈ അരുൺ ആരാണെന്ന് നീ അറിയും എന്ന് പറയുമ്പോഴേക്കും കൂടി നിന്നവരൊക്കെ പ്രശ്നം ഉണ്ടാക്കുവാണേ. അരുൺ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും എന്തിനാ അയാളെ പേടിപ്പിക്കുന്നത്, അവൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരൊക്കെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടത് മാത്രമല്ല പ്രശ്നം, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റും വെച്ചില്ല, അത് മാത്രമല്ല ഫോണിലും സംസാരിച്ചുകൊണ്ടാണ് വന്നത്, നമ്മളാണ് ഇതൊക്കെ ചെയ്തെങ്കിൽ എല്ലാം കൂടി ചേർത്തൊരു വലിയ ബില്ല് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് വെച്ച് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ചോദിക്കുവാണ് അരുണിനോട്. മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി മതി, ആ താക്കോൽ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എടാ മഹേഷേ ഇയാൾ നിയമങ്ങൾ തെറ്റിച്ചു എന്ന് പറയുമ്പോഴേക്കും അരുൺ പൊട്ടിത്തെറിക്കുവാണേ. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു എമർജൻസി ആയതുകൊണ്ടാണ് മെഡിക്കൽ ഷോപ്പിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ് അരുൺ സച്ചിനോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട് സാർ, അന്ന് ഞാൻ അർജൻറ്റായിട്ട് ആ വണ്ടി ഓടിച്ച് പോയപ്പോഴേക്കും നിങ്ങൾ എന്താ പറഞ്ഞത്, ആര് ചത്താലും റൂൾസ് തന്നെയാണെന്നല്ലേ പറഞ്ഞത്, ഈ റൂൾസ് നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് സച്ചി ചോദ്യം ചെയ്യുവാണ് അരുണിനെ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, മതിയുടെ സച്ചി ആ താക്കോൽ ഇങ്ങോട്ട് താ, ഞാൻ പോയി തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് താക്കോലും മേടിച്ചിട്ട് അരുണിൻ്റെ ബൈക്കിൻ്റെ അങ്ങോട്ട് പോയി ലോക്ക് അഴിക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അരുണും സച്ചിയും പരസ്പരം അങ്ങോട്ട് നല്ല കലിപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഒന്നും മിണ്ടുന്നില്ല, രണ്ടുപേരും ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും മഹേഷ് അരുണിൻ്റെ ബൈക്കുമായിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയും, അവൻ പറഞ്ഞതും ശരിയല്ലേ സാർ, ഞങ്ങളെ റൂൾസ് പഠിപ്പിക്കുന്ന നിങ്ങൾ റൂൾസ് തെറ്റിച്ചാൽ എങ്ങനെ ശരിയാകും സാർ അതെന്ന് പറയുമ്പോഴേക്കും സച്ചി കൈയടിക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, സാറ് റൂൾസ് തെറ്റിച്ചതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അരുണിങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ദേ മര്യാദക്കിരുന്നു, നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അരുൺ ദേഷ്യത്തിൽ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. അരുൺ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇവൻ്റെ ഈ അഹങ്കാരം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല, ഇവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയും, സച്ചി ഈ പ്രശ്നം ഇവിടെ കഴിഞ്ഞില്ലേ, വിട്ടേക്കെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് സച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ആ വീഡിയോ. എന്നിട്ട് ആ വീഡിയോ സച്ചി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുവാണേ. അരുൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അരുൺ യൂണിഫോമിലൊക്കെ വന്നിട്ട് അവിടെയുള്ള ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ അത്യാവശ്യമായിട്ട് സാറ് കാണണമെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, പിന്നെ നീ കാണിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ചെറിയ കാര്യമാണോ, ഇൻസ്പെക്ടർ സാറ് വരട്ടെ, നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവാണെന്നൊക്കെ പറയുന്നുണ്ട്. അരുൺ അപ്പം ഇങ്ങനെ ആകെ ടെൻഷനാവുകയാണ്, കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ അരുണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇൻസ്പെക്ടർ വരുന്നതും അരുണിനോട് ചൂടാവുകയാണ്, താൻ എന്തൊക്കെയാണോ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, എന്താ സാറെന്ന് ചോദിക്കുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നമ്മളല്ലേ റോഡിൽ കൂടി വരുന്ന റൂൾസ് ഫോളോ ചെയ്യാത്തവരെയൊക്കെ പിടിക്കുന്നത്, ഹെൽമെറ്റ് വെക്കാത്തവരെ പിടിക്കും, മൊബൈലിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കും, ഇപ്പോൾ ഈ തെറ്റുകളെല്ലാം താനാണല്ലോ ചെയ്തിരിക്കുന്നത്, ഒരുമിച്ച് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അരുണിനോട്. സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അരുൺ പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, താൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചു, അതും ഫോണിൽ സംസാരിച്ചുകൊണ്ട്, അത് മാത്രമല്ല നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്കിങ്ങും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, സാർ അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് എളുപ്പം മെഡിക്കൽ ഷോപ്പിൽ പോകണമായിരുന്നു, ആ ഒരു തിരക്കിൽ പറ്റിപ്പോയതാന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇതേ തിരക്ക് എല്ലാവർക്കും ഉണ്ട്, അത് താൻ ആദ്യം മനസ്സിലാക്കുമെന്ന് പറയുവാണ്. നമ്മൾ പിടിക്കുന്നവർക്കും ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടാവും, നമ്മളതൊന്നും കേൾക്കാറില്ലല്ലോ. മറ്റുള്ളവരെ റൂൾസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ റൂൾസ് തെറ്റാതെ പാലിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ നമ്മളെ ചോദ്യം ചെയ്യും എന്നൊക്കെ പറയുവാണ് ഇൻസ്പെക്ടർ.
ഏതോ ഒരുത്തൻ താൻ ഈ റൂൾസ് തെറ്റിച്ച വയലേഷൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുക. ദേ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഫോണിലുള്ള ആ വീഡിയോ അരുണിന് കാണിച്ചു കൊടുക്കുവാണേ. അത് കാണുമ്പോഴേക്കും അരുൺ ഇങ്ങനെ ഞെട്ടുവാണ്. അരുൺ അപ്പം തന്നെ കാര്യം പിടികിട്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ ആരാണെന്ന്. സച്ചി. അരുൺ അങ്ങോട്ട് ദേഷ്യം കയറുവാണ് കേട്ടോ. സച്ചിനെ ഓർക്കുവാണ് അരുൺ. അപ്പോൾ സോറി സർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം എന്ന് അരുൺ പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ആ അങ്ങനെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. പക്ഷേ ഇങ്ങനെ റൂൾസ് തെറ്റിച്ചതിന് നിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഒരു മാസത്തേക്കെങ്കിലും തനിക്ക് സസ്പെൻഷൻ തരണമെന്ന കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള ഉത്തരവെന്ന് പറയുമ്പോഴേക്കും അരുണ് ഭയങ്കര ഷോക്കാവുകയാണേ. അരുൺ പറയുന്നുണ്ട്, സാർ ഞാൻ എപ്പോഴും റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു നിയമം പോലും ഞാൻ ഇന്നേ വരെ തെറ്റിച്ചിട്ടില്ല. ഇതൊരു എമർജൻസി കേസ് ആയതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, താനൊരു നല്ല പോലീസുകാരനാ, എനിക്കറിയാം താൻ ജോലിയിൽ ആത്മാർത്ഥതയുള്ളവനാ. പക്ഷേ നമ്മളെ എപ്പോൾ പെടുത്താമെന്ന് നോക്കി നടക്കുക ആളുകൾ. ഒരു ചെറിയ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി, അതപ്പോൾ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അതിലൊക്കെ പോസ്റ്റ് ഇട്ട് വൈറലാക്കുക. നമ്മൾ ഒരു തെറ്റും അപ്പോൾ ചെയ്യാതെ സൂക്ഷിക്കണം, ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഫലം എന്നൊക്കെ പോലീസ് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് അരുണിനോട്. ശരി, താനൊരു മാസം റെസ്റ്റ് എടുത്തിട്ടൊക്കെ വാ എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, സാർ ഞാൻ കമ്മീഷണറെ കണ്ട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് പറയുമ്പോഴേക്കും ഇൻസ്പെക്ടർ പറയും, കമ്മീഷണറെ കണ്ട് സംസാരിക്കുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല, അവർക്ക് അവിടെ ഒരുപാട് ജോലികളുള്ളതാണ്, തന്നെ കാണാനൊന്നും നേരം പോലും കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, സാർ ഇതന്ന് ഞാൻ എൻ്റെ ഷർട്ട് കീറിയ ഒരുത്തനില്ലേ, എൻ്റെ യൂണിഫോം കീറിയ ഒരുത്തൻ, അവനാണ് ഇതിൻ്റെ പിറകിൽ, എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഹാ ആയിരിക്കും, നീ എന്നവൻ്റെ കാർ എടുത്തോണ്ടും വന്നില്ല റൂൾസ് തെറ്റിച്ചതിന്. ഇപ്പോൾ അവനൊരു അവസരം കിട്ടിയപ്പോഴേക്കും അവൻ അത് ശരിക്കും മുതലാക്കി. സാരമില്ല പോട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അരുണിനെ അവിടെ നിന്നും പറഞ്ഞയക്കുവാണ്. അരുൺ ശരി സാർ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുവാണ്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുമ്പോഴേക്കും അരുണിൻ്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഒരു മാസം സസ്പെൻഷൻ തന്നിരിക്കുവാന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഒരു മാസമല്ലേ, സാരമില്ല, അത്രയല്ലേ കിട്ടിയുള്ളൂ, നീ വിട്ടേക്കെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ, എൻ്റെ കരിയറിലെ ആദ്യത്തെ ബ്ലാക്ക് മാർക്കായത്, ഇതാരാ ചെയ്തതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം, അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അരുൺ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അരുൺ ദേഷ്യത്തിൽ വീട്ടിലോട്ട് വരുവാണേ. ദേഷ്യത്തിലാണെങ്കിലും അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്തിരിക്കുവാണ്. അരുണിൻ്റെ മുഖം കാണുമ്പോഴേക്കും അമ്മയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ മോനെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ ഒന്നും മിണ്ടുന്നില്ലേ. ഒന്നുമില്ല അമ്മയെന്ന് പറയുവാണ്. എന്നാൽ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിൽ പോയിട്ട് ഡോറ് നല്ല തല്ലി അടച്ച് പൂട്ടിയിട്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ദേവ് വരുവാണ്. കാരണം അമ്മയ്ക്ക് വയ്യെന്ന് അരുൺ പറഞ്ഞപ്പോഴേക്കും ദേവ് കാണാൻ വേണ്ടി ഓടി വരുവാണേ. അമ്മയോട് അസുഖത്തെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അരുൺ സാധാരണ ജോലിക്ക് പോയാൽ വൈകിട്ടാണ് വരാറ്, പക്ഷേ ഇന്ന് നേരത്തെ വന്നു എന്ന് പറയുവാണ്. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, അരുണേട്ടൻ വന്നോ, ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അറിയില്ല മോളെ, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല, വന്നപ്പോൾ ദേഷ്യത്തിൽ ആ മുറിയിലോട്ട് കയറിപ്പോയതാ, പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുവാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ഞാൻ നോക്കാം അമ്മയെന്ന് പറഞ്ഞിട്ട് ദേവ് മുറിയിലോട്ട് പോവാണ് അരുണിനെ കാണാൻ വേണ്ടി. വാതിൽ പോയി അരുണേട്ട എന്ന് പറഞ്ഞ് ദേവ് കൊട്ടുമ്പോഴേക്കും അരുൺ വന്ന് വാതിൽ തുറക്കുന്നുണ്ടേ. വാതിൽ തുറന്നിട്ട് ഹാ ദേവു എന്ന് പറഞ്ഞിട്ട് മുറിയുടെ പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, എന്താ അരുണേട്ടാ ഇത്, സമയത്ത് ഭക്ഷണം കഴിക്കണം അമ്മയ്ക്കെന്നറിയാൻ പാടില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കഴിക്കാൻ, അരുണേട്ടൻ കഴിച്ചാലല്ലേ അമ്മയും കഴിക്കത്തുള്ളൂ, എന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ കഴിക്കാൻ പറഞ്ഞതാന്ന്, പക്ഷേ അമ്മ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അമ്മ എങ്ങനെയാണ് കഴിക്കുന്നത്, മോൻ കഴിച്ചാലല്ലേ അമ്മയും കഴിക്കത്തുള്ളൂ, പോയി ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, കഴിക്കണം, ഞാൻ കഴിക്കാറാ ദേവു, എനിക്കറിയാം എൻ്റെ അമ്മയുടെ ആരോഗ്യം നോക്കണം എന്നൊക്കെ, പക്ഷേ എനിക്ക് എന്തോ ഇന്ന് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട്, അരുണേട്ടൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്, എന്താ സ്റ്റേഷനിലെ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ അതേന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അപ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, എന്താ അരുണേട്ടായത്, സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണം വീട്ടിലോട്ട് വരാൻ, ഈ വീട്ടിൽ അരുണേട്ടൻ ഈ അമ്മയുടെ മകനാ, ഇവിടെ വന്ന് ഡള്ളായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അമ്മയ്ക്കും ഭയങ്കര മനപ്രയാസമായിരിക്കുമല്ലേ, ഹാപ്പി ആയിട്ടിരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ദേവു, പക്ഷേ അപ്പോൾ ദേവ് പറയും, ഇപ്പം എന്ത് പറ്റി, എനിക്ക് ഒരു മാസം സസ്പെൻഷൻ കിട്ടിയിരിക്കുവാന്ന് പറയുമ്പോഴേക്കും ദേവുവിനും അമ്മയ്ക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്.
സസ്പെൻഷനോ? എന്തിന്? നീ ജോലിയിലെല്ലാം ആത്മാർത്ഥമായിട്ടല്ലേ പണിയെടുക്കുന്ന? നിനക്കെന്തിനാ സസ്പെൻഷൻ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും ദേവും പറയുന്നുണ്ട്, അതെ, അരുണേട്ടൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറല്ലേ, പിന്നെ എന്തിനാ അരുണേട്ടനെ സസ്പെൻഡ് ചെയ്യുന്നത്? അന്ന് ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വരെ ഫൈൻ മേടിച്ച അരുണേട്ടനാ. അരുണേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സസ്പെൻഷൻ കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഒരു റൗഡി കാരണമാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്, അതും 1 മാസത്തേക്ക്. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, റൗഡിയോ? ദേവുവിനറിയില്ലല്ലോ ആ റൗഡി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ സച്ചിയാണെന്ന്. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, 2 പ്രാവശ്യം അവൻ എൻ്റെ കൈ കിട്ടിയായിരുന്നു. അവൻ റൂൾസ് ഒന്നും തെറ്റിക്കാതെ അവൻ ചെയ്ത തെറ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ ചോദ്യം ചെയ്തു. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോഴേക്കും അവൻ പക വീട്ടിയതാന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എന്തവസരം? അവൻ എന്താ നടന്നത്? നീ ഒന്ന് തെളിയിച്ച് പറ മോനെ എന്ന് ചോദിക്കുവാണ് അമ്മ. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അവനൊരു റൗഡിയാ. എൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട് അവന്. ഒരവസരം കിട്ടിയപ്പോൾ അവൻ മുതലാക്കിയതാണ്. അരുൺ വീണ്ടും പറയുവാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ടേ, ഒരു റൗഡി അരുണേട്ടന് സസ്പെൻഷൻ മേടിച്ച് തന്നുവെന്നോ? അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് നേരത്തെ രാവിലെ തലകറക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. ഡോക്ടറിനോട് സംസാരിച്ച് ഞാൻ മൊബൈലും സംസാരിച്ചുകൊണ്ട് ആ വണ്ടി ഓടിച്ചുകൊണ്ടും പോയത്. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയും ഇട്ടായിരുന്നു. ആ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. എമർജൻസി ആയതുകൊണ്ട് തന്നെ എളുപ്പം എൻ്റെ കണ്ണിലൊന്നും പോയില്ല ദേവു. ഞാൻ മെഡിക്കൽ ഷോപ്പ് കണ്ടപ്പോഴേക്കും നിർത്തി എളുപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടി നിർത്തിയതാ. ഇതൊക്കെ അവൻ കണ്ടുകൊണ്ട് നിന്ന് അവൻ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ കണ്ടപ്പോഴേക്കും കമ്മീഷണർ ഓഫീസിൽ നിന്ന് കോളും വന്നു, എനിക്ക് സസ്പെൻഷനും കിട്ടിയെന്നൊക്കെ അരുൺ പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, എന്താ അരുണേട്ടാ ഇത്? ഒരു എമർജൻസി കേസായിരുന്നു എന്ന് അരുണേട്ടനെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുവാണ് ദേവു. ഞാൻ പറയുന്നത് ആര് കേൾക്കാനാന്നൊക്കെ പറഞ്ഞ് അരുൺ ദേഷ്യപ്പെടുവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നാളിതുവരെ എൻ്റെ മോൻ ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല. നിനക്ക് സസ്പെൻഷനോ? നിനക്കിത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മോനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട് അരുണിനെ. ദേവു പറയുന്നുണ്ട്, അരുണേട്ടാ, ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനിങ്ങനെ അപ്സെറ്റ് ആവാതെ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അമ്മയുടെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് അരുണേട്ടന് ഭയങ്കര ആഗ്രഹമല്ലേ? ഇപ്പം അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുക. അപ്പോൾ ഈ 1 മാസം അമ്മയുടെ കൂടെ നിന്ന് നല്ലോണം അമ്മയെ പരിചരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അമ്മയും മോനും സന്തോഷത്തോടെ ഇരിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ കറങ്ങുക എന്നൊക്കെ പറയുമ്പോഴേക്കും അരുണും അത് ദേവു പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊക്കെ തോന്നുവാണ്. ഇങ്ങനെ വിഷമിച്ചും അപ്സെറ്റ് ആയിട്ട് വരുന്ന 1 മാസം വെറുതെ കളയല്ലേ അരുണേട്ടാ, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ദേവു, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ, എനിക്ക് നീ പറഞ്ഞത് മനസ്സിലായി, ശരിയാ എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും അതിലെന്തെങ്കിലും പോസിറ്റീവും കൂടെ ഉണ്ടാവും. ഇത് ഒരു നല്ല കാര്യമായിട്ട് അരുണേട്ടൻ എടുക്ക്, പോസിറ്റീവായിട്ട് എടുക്ക്, ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവു നമ്മുടെ അരുണിനെ ചില്ലാക്കുവാണ്. പക്ഷേ അരുണ് അപ്പോഴും സച്ചിയോടുള്ള ദേഷ്യം പോകുന്നില്ലേ. സച്ചി തന്നെയാണ് അരുണിൻ്റെ മനസ്സിൽ, അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും, എനിക്കും ഒരവസരം കിട്ടും എന്നൊക്കെ അരുൺ മനസ്സിൽ വിചാരിക്കുവാണ്. പക്ഷേ ഈ സമയം അമ്മയോടൊപ്പം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചിലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അരുൺ. അതേസമയം തന്നെ നമ്മുടെ സച്ചി വീട്ടിൽ പോയി ഭയങ്കര സന്തോഷത്തിൽ രേവതിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേവതി, നമ്മളെ റൂൾസ് പഠിപ്പിച്ച ആ പോലീസുകാരൻ തന്നെ ഇന്ന് റൂൾസ് തെറ്റിച്ചു. അവൻ്റെ വീഡിയോ എടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആൾക്ക് സസ്പെൻഷൻ കിട്ടി, നമുക്ക് സ്വീറ്റ്സ് മേടിച്ച് ആഘോഷിക്കണം എന്നൊക്കെ രേവതിനോട് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടേ. സച്ചിയേട്ടാ, എന്താ ഈ പറയുന്നത്? സച്ചിയേട്ടൻ കാരണം ഒരാളുടെ ജോലിയാ പോയിരിക്കുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണോ? സച്ചിയേട്ടൻ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി ചൂടാവുന്നുണ്ടേ സച്ചിനോട്. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും. നിന്നോടൊക്കെ വർത്താനം പറയാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, പൊയ്ക്കോ രേവതി എൻ്റെ മുമ്പിൽ നിന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ, സച്ചിയേട്ടൻ കാരണം ഒരാൾക്ക് ജോലി കിട്ടുവാണെങ്കിൽ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് മധുരമൊക്കെ മേടിച്ച് ആഘോഷിക്കാം. പക്ഷേ ഇതൊരാളുടെ ജോലി പോയ കാര്യമാണ്, നമുക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും സച്ചിയേട്ടാ? ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറുവാണേ. രേവതി ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.